ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 16 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 17-ാമത്തെ ശ്ലോകം നോക്കാം. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. കിരീടിനം കിരീടധാരിയായും, ഗദിനം ഗദാധാരിയായും, ചക്രിണം ച ചക്രായുധധാരിയായും, തേജോരാശിം തേജസ്സിൻ്റെ ഉറവിടമായും, അതായത് തേജോമയനായും, സർവത ദീപ്തിമന്ദം എങ്ങും ജ്വലിക്കുന്നവനായും, ദുർനിരീക്ഷ്യം നിരീക്ഷിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവനായും, ദീപ്ത അനലാർക്ക ദ്യുതിം ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും ശോഭയുള്ളവനായും, അപ്രമേയം ഇന്നവിധമെന്ന് വിശദീകരിക്കുവാൻ പറ്റാത്തവനായും, സമന്താത് ചുറ്റിലും അഥവാ എല്ലായിടത്തും, ത്വാം അങ്ങയെ, പശ്യാമി ഞാൻ കാണുന്നു. കിരീടധാരിയായും, ഗദാധാരിയായും, ചക്രായുധധാരിയായും, തേജോമയനായും, അതായത് തേജസ്സിൻ്റെ ഉറവിടമായും, എങ്ങും ജ്വലിക്കുന്നവനായും, നിരീക്ഷിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവനായും, ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും ശോഭയുള്ളവനായും, ഇന്ന വിധം എന്ന് വിശദീകരിക്കുവാൻ പറ്റാത്തവനായും, എല്ലായിടത്തും ചുറ്റിലും അങ്ങയെ ഞാൻ കാണുന്നു. അർജുനന് ഭഗവാന്റെ വിശ്വരൂപദർശനം വിവരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അർജുനൻ കണ്ട ആ ദർശനത്തെ എങ്ങനെ വിവരിക്കണമെന്ന് അർജുനൻ അറിയില്ല. എങ്കിലും ആ ഉള്ളിലുള്ള വികാരത്തെ പ്രകടിപ്പിക്കുകയാണ് അർജുനൻ ഭഗവാന്റെ മുന്നിൽ തന്നെ. അത് എത്ര വിശദീകരിച്ചാലും ആ ഉൾക്കണ്ണുകൊണ്ട് കണ്ടതിൻ്റെ അത്രയും വരികയില്ല. എങ്കിലും താൻ കാണുന്ന ദൃശ്യം എപ്രകാരം എന്ന് വിശദീകരിക്കുവാൻ അർജുനൻ പരമാവധി ശ്രമിക്കുകയാണ്. ഈ നിമിഷം കാണുന്ന ദൃശ്യമല്ല അടുത്ത നിമിഷം. ശംഖുചക്ര ഗദാധാരിയായും, കിരീടകുണ്ടലങ്ങൾ ധരിച്ചവനായും, ജ്വലിക്കുന്ന അഗ്നിയുടെയും ഉദിച്ചുയർന്ന സൂര്യൻ്റെയും ശോഭയുള്ളവനായും, ഒറ്റനോട്ടത്തിൽ മുഴുവനായും ദർശിക്കുവാൻ സാധിക്കാത്തവനായും, അത്ര വ്യാപിച്ചിരിക്കുന്നവനാണ്. ഈ വിധം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തവനായും, തൻ്റെ ചുറ്റിലും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന രൂപത്തിലും ആ ഭഗവത് രൂപത്തെ ദർശിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അർജുനൻ അറിയില്ല. അത്ര മഹത്തരമാണ് ആ ദർശനം. എന്തിനോട് ഉപമിക്കണമെന്ന് അർജുനന് അറിയുന്നില്ല. എങ്കിലും തൻ്റെ ഉള്ളിൽ തിക്കി വരുന്ന ആ വികാരത്തെ, ആ ദർശനത്തിൽ നിന്ന് ഉളവായ വികാരത്തെ പ്രകടിപ്പിക്കുകയാണ് അർജുനൻ ഈ വാക്കുകളിലൂടെ. ഈ വാക്കുകൾക്കെല്ലാം അതീതമാണ് എന്ന് അർജുനന് തന്നെ അറിയാം. എങ്കിലും ആ ഉള്ളിൽ തോന്നിയ വികാരം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ആ മഹാ ജ്യോതിസ് കണ്ട്, കണ്ണഞ്ചിപ്പിക്കുന്ന ആ ജ്യോതിസ് കണ്ട് നിർനിമേഷനായി, സ്തബ്ധനായി അങ്ങനെ കണ്ടു നിൽക്കുകയാണ് അർജുനൻ. ആ കാഴ്ചയെ വിവരിക്കുന്നതാണ് ഈ ശ്ലോകത്തിലും നമ്മൾ കാണുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.